ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പത്തനംതിട്ട റാന്നി കോടതിയിൽ എഫ്ഐആർ സമർപ്പിച്ച SIT എന്നുള്ളതാണ്. ശബരിമലയുടെ പരിധിയിലുള്ള കോടതിയായതിനാലാണ് റാന്നിയിൽ എഫ്ഐആർ സമർപ്പിച്ചിരിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. AV ജയശങ്കർ വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നുണ്ട്. ജയശങ്കർ, വിശദാംശങ്ങൾ എന്താണ് ജയശങ്കർ? ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തെടുത്ത രണ്ട് എഫ്ഐആറുകളാണ് ഇപ്പോൾ റാന്നി കോടതിയിൽ SIT സമർപ്പിച്ചിരിക്കുന്നത്. ശബരിമലയുടെ അധികാര പരിധിയിലുള്ള കോടതി റാന്നിയിലായതിനാലാണ് ഈ എഫ്ഐആറുകൾ ഇന്ന് ഉച്ചയോടുകൂടി റാന്നി കോടതിയിൽ സമർപ്പിച്ചതെന്നാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. SIT സംഘം തന്നെയാണ് എഫ്ഐആറുകൾ റാന്നി കോടതിയിലേക്ക് കൈമാറിയത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കുറച്ച് അവധികളൊക്കെ ഉണ്ടായതിനാലാണ് എഫ്ഐആർ സമർപ്പിക്കാൻ കാലതാമസം നേരിട്ടതെന്ന് കോടതിയെ അന്വേഷണ സംഘം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ എഫ്ഐആർ കോടതിയിൽ സമർപ്പിച്ച സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ തന്നെ ഈ പ്രതികൾക്ക് നോട്ടീസ് നൽകിയ ശേഷം ഇവരെ ചോദ്യം ചെയ്യാനും മറ്റും വിളിച്ചു വരുത്താനാണ് നിലവിൽ SIT സംഘത്തിൻ്റെ ഒരു തീരുമാനം. ഈ പത്തനംതിട്ട കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ SITയുടെ ഒരു വിഭാഗം നിലവിൽ പ്രവർത്തനം ആരംഭിച്ചു എന്നാണ് വിവരം. ഈ SITക്ക് വേണ്ടി പത്തനംതിട്ടയിൽ പ്രത്യേക ഒരു ക്യാമ്പ് ഓഫീസും നിലവിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ SIT സംഘം ആ ക്യാമ്പ് ഓഫീസിലേക്ക് ഇതുവരെ എത്തിച്ചേർന്നിട്ടില്ല. ഇന്നോ നാളെയോ ഒക്കെ തന്നെ SIT സംഘം പത്തനംതിട്ടയിലെ ക്യാമ്പ് ഓഫീസിലെത്തി പ്രവർത്തനം ആരംഭിക്കുമെന്ന് ആണ് നമുക്ക് ലഭ്യമാകുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ എന്തായാലും ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്ത രണ്ട് എഫ്ഐആറുകൾ റാന്നി കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. രണ്ട് എഫ്ഐആറുകളിലും ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. SIT സംഘമാണ് ഉച്ചയോടുകൂടി എഫ്ഐആറുകൾ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. റീജിത്ത്, ജയശങ്കർ, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെടുത്തിയാണെങ്കിൽ നിർണായകമായ തെളിവുകൾ ഇതിനോടകം ശേഖരിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നൊരു ആത്മവിശ്വാസം SITയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടോ? അങ്ങനെയെങ്കിൽ കസ്റ്റഡി, അറസ്റ്റ് പോലുള്ള നടപടികളിലേക്ക് ഇനി അധികം വൈകാതെ തന്നെ കടക്കും എന്ന് വിലയിരുത്തേണ്ടതുണ്ടോ? അതോ വിശദമായ എല്ലാ കാര്യങ്ങളും പരിശോധിച്ചതിന് ശേഷം അത്തരം നടപടികൾ മതി എന്ന വിലയിരുത്തലിലേക്കാണോ SIT പോകുന്നത്? AV ജയശങ്കർ. റിജിത്ത്, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ദേവസ്വം വിജിലൻസ് വിശദമായ അന്വേഷണം നടത്തിയിരുന്നു. അന്ന് ഈ വിജയ് മല്യ 1999 ഈ സ്വർണ്ണപ്പാളി ഇത് നിർമ്മിച്ച ഘട്ടത്തിൽ അന്ന് ജോലി ചെയ്ത തൊഴിലാളികളുടെ മൊഴി വരെ ഈ ദേവസ്വം വിജിലൻസ് രേഖപ്പെടുത്തിയാണ്. അങ്ങനെ വിശദമായ അന്വേഷണമുണ്ട്. 80% ഈ കേസുമായി ബന്ധപ്പെട്ട് ദേവസ്വം വിജിലൻസ് തന്നെ കാര്യങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ക്രോസ് ചെക്ക് ചെയ്യുക എന്നതായിരിക്കും ഒരുപക്ഷെ SITക്ക് ആദ്യഘട്ടത്തിൽ ചെയ്യേണ്ടി വരിക. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും കാര്യമുണ്ടോ എന്നത് ആ 20% അന്വേഷണത്തിൽപ്പെടും. ഒപ്പം തന്നെ ചോദ്യം ചെയ്യലും ഈ കസ്റ്റഡിയും അത്തരം കാര്യങ്ങളിലേക്കൊക്കെ SITക്ക് കടക്കാനാവും. അത്തരം കാര്യങ്ങളായിരിക്കും എന്തായാലും വരും ദിവസങ്ങളിൽ SIT ചെയ്യുക. എന്തായാലും നിലവിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കില്ല. ഈ കേസുമായി ബന്ധപ്പെട്ട ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ള ആളുകളെ ആദ്യഘട്ടത്തിൽ നോട്ടീസ് നൽകി ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തും. രണ്ടാം ഘട്ടത്തിലായിരിക്കും ഉദ്യോഗസ്ഥരുടെ മൊഴി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുക്കുക. ഈ മൊഴിയെടുപ്പ് ഉൾപ്പെടെ പൂർത്തിയായതിനു ശേഷമായിരിക്കും ഈ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കണമെന്നൊരു തീരുമാനം എന്തായാലും അന്വേഷണ സംഘം സ്വീകരിക്കുക. 2 ആഴ്ച കൂടുമ്പോൾ കോടതിയിൽ റിപ്പോർട്ട് പത്തനംതിട്ടയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.